ലോകമെമ്പാടുമുള്ള ഇസ്ലാം മത വിശ്വാസികളുടെ ഐക്യത്തിൻ്റെയും അള്ളാഹുവിനോടുള്ള കീഴ്പ്പെടലിൻ്റെയും പ്രതീകമായാണ് ഹജ്ജ് കരുതപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടനം. ഏതാണ്ട് 20 ലക്ഷത്തിലേറെ പേരാണ് ഇത്തവണ ഹജ്ജിനായി സൗദി അറേബ്യയിലെത്തുന്നത്. മലയാളികൾ അടക്കമുള്ള നിരവധി സന്നദ്ധ പ്രവർത്തകരാണ് അവർക്ക് സേവനവുമായി രംഗത്തുള്ളത്. ഞങ്ങളുടെ പ്രതിനിധി സുൽഫിക്കർ ഒതായുടെ സഹായത്തോടെ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. സാമ്പത്തികമായും ശാരീരികമായും ശേഷിയുള്ള എല്ലാ മുസ്ലിങ്ങൾക്കും അവരുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മക്കയിൽ പോയി ഹജ്ജ് ചെയ്യൽ നിർബന്ധമാണ്. എല്ലാ വർഷവും ദശലക്ഷക്കണക്കിന് വിശ്വാസികൾ മക്കയിലെത്തി ഈ പുണ്യകർമ്മത്തിൽ പങ്കുചേരുന്നു. ഇത്രയധികം ആളുകൾ ഒരേ സമയം എത്തുന്നത് കൊണ്ട് തന്നെ ഗതാഗതം, താമസം, സുരക്ഷ തുടങ്ങിയ കാര്യങ്ങളിൽ വലിയ വെല്ലുവിളികൾ ഉണ്ടാകാറുണ്ട്. ഈ വെല്ലുവിളികളെ മറികടക്കുന്നതിനും തീർത്ഥാടകർക്ക് മികച്ച സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും സൗദി സർക്കാർ നിരന്തരമായി പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നു. ആധുനിക സാങ്കേതിക വിദ്യയുടെ ഉപയോഗം ഈ ലക്ഷ്യം നടപ്പാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുമുണ്ട്. ഈ വർഷത്തെ ഹജ്ജിനായുള്ള ഒരുക്കങ്ങൾ സൗദി അറേബ്യ പൂർത്തിയാക്കി കഴിഞ്ഞു. തീർത്ഥാടകർക്ക് സുഗമവും സുരക്ഷിതവുമായ ഹജ്ജ് അനുഭവം നൽകുന്നതിനായി വിവിധ തലങ്ങളിൽ സൗദി ഗവൺമെന്റ് വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഈ വർഷത്തെ ഹജ്ജിന് മുന്നോടിയായി തീർത്ഥാടകരുടെ യാത്ര എളുപ്പമാക്കുന്നതിനായി അത്യാധുനിക സാങ്കേതിക വിദ്യകളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഉൾക്കൊള്ളുന്ന സംവിധാനങ്ങൾ അവതരിപ്പിച്ച് സൗദി ഗവൺമെന്റ് സുപ്രധാനമായ മുന്നേറ്റം നടത്തി. ഈ നീക്കം ഹജ്ജ് കർമ്മം കൂടുതൽ സുഗമവും കാര്യക്ഷമവുമാക്കുവാൻ ലക്ഷ്യമിട്ടുള്ളതാണ്. ഹാജിമാരുടെ ഐഡന്റിറ്റി സ്ഥിരീകരിക്കുന്നതിനും വഴിതെറ്റിയവരെ കണ്ടെത്താനും വിവിധ സേവനങ്ങളിലേക്ക് പ്രവേശനം നൽകാനും സഹായിക്കുന്ന നൂതന സുരക്ഷാ സംവിധാനങ്ങളുള്ള സ്മാർട്ട് കാർഡുകൾ ഇതിന്റെ ഭാഗമായി വിതരണം ചെയ്യുന്നു. ഈ വർഷത്തെ ഹജ്ജ് സേവന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുമ്പോൾ നമുക്കറിയാം, മുൻകാലങ്ങളിൽ നിന്നും നമ്മൾ കാണാത്ത രൂപത്തിലുള്ള നിയന്ത്രണങ്ങളും കർശന നിയമങ്ങളും അതുപോലെ തന്നെ ഹാജിമാർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ടാണ് സൗദി ഗവൺമെൻറ് ഈ വർഷത്തെ ഹജ്ജ് സേവന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത്. ഹാജിമാർക്ക് എല്ലാ നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ട് കുറ്റമറ്റ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നുസ്ഖ് കാർഡ് അടക്കമുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തി സൗദി ഗവൺമെന്റ് ഹജ്ജ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത്. 180 രാജ്യങ്ങളിൽ നിന്നായി 20 ലക്ഷത്തോളം തീർത്ഥാടകർ പങ്കെടുക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ മതപരമായ ചടങ്ങായ ഹജ്ജ് തീർത്ഥാടനത്തിന്റെ വിജയത്തിനു വേണ്ടി സൗദി ഗവൺമെന്റ് സന്നദ്ധ സംഘടനകളുടെ സഹകരണത്തോടെ വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് 1,75,000-ഓളം തീർത്ഥാടകരാണ് എല്ലാ വർഷവും ഹജ്ജിനെത്തുക. ഇത്തവണ സാങ്കേതിക കാരണങ്ങളാൽ എണ്ണത്തിൽ കുറവുണ്ടായേക്കുമെന്നാണ് കരുതുന്നത്. 1,00,000-ലധികം ഹാജിമാരെ സൗദിയിലെത്തിക്കുക, ഹജ്ജ് കർമ്മം പൂർത്തിയാക്കി രാജ്യത്തേക്ക് തിരിച്ചയക്കുക എന്നത് ശ്രമകരമായ ദൗത്യമാണ്. 5,000-ലധികം വനിതാ തീർത്ഥാടകർ ആൺതുണയില്ലാതെ എല്ലാ വർഷവും ഇന്ത്യയിൽ നിന്നും ഹജ്ജിനായി എത്തുന്നുണ്ട്. മറ്റ് രാജ്യങ്ങൾക്ക് കൂടി മാതൃകയാണ് ഇന്ത്യ ഗവൺമെന്റും സൗദിയിലെ ഇന്ത്യൻ എംബസിയും കോൺസുലേറ്റും ഹജ്ജ് തീർത്ഥാടകർക്ക് ചെയ്യുന്ന സേവനങ്ങൾ. അതോടൊപ്പം ഇന്ത്യൻ എംബസിയുടെ സഹകരണത്തോടെ സൗദിയിലെ വിവിധ മലയാളി സംഘടനകൾ ഹജ്ജ് തീർത്ഥാടകർക്ക് നൽകി വരുന്ന സേവനങ്ങളും വിലമതിക്കാനാവാത്തതാണ്. നൂറുകണക്കിന് വരുന്ന KMCCയുടെ വളണ്ടിയർ ടീമും അതുപോലെ നമ്മുടെ മെഡിക്കൽ ടീം, അതുപോലെ കല്ലെറിയിപ്പിക്കാൻ ആളുകളെ സഹായിക്കാനുള്ള സംവിധാനങ്ങൾ, നടക്കാൻ പ്രയാസപ്പെടുന്ന ഹാജിമാർക്ക് വീൽ ചെയർ സംവിധാനങ്ങൾ അടക്കമുള്ള വിവിധങ്ങളായ പദ്ധതികൾ. നമുക്കറിയാം, വളരെ കഠിനമായ ചൂടായിരിക്കും വിശുദ്ധ ഭൂമിയിൽ ഉണ്ടാവുക. അപ്പോൾ തിക്കിലും തിരക്കിലും പെട്ട് പാദരക്ഷ നഷ്ടപ്പെടുന്ന ഹാജിമാർക്ക് സൗജന്യമായി ആ കർമ്മഭൂമിയിൽ തന്നെ KMCC ചെരുപ്പുകൾ വിതരണം ചെയ്യും. അതുപോലുള്ള ഹാജിമാർക്ക് ആവശ്യമായ എല്ലാ സഹായ സഹകരണങ്ങളുമായി ജിദ്ദയിലെയും അതുപോലെ സൗദി അറേബ്യയിലെ വിവിധ സെൻട്രൽ കമ്മിറ്റിയിൽ നിന്ന് വരുന്ന വളണ്ടിയർമാരും അടക്കം സൗദി നാഷണൽ ഹജ്ജ് സെല്ലിന്റെ നേതൃത്വത്തിൽ വരും ദിവസങ്ങളിൽ വിപുലമായ ഹജ്ജ് പ്രവർത്തനത്തിലുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. KMCC, OICC, നവോദയ, ICFRC, തനീമ, വിഖായ, ഹജ്ജ് വെൽഫെയർ ഫോറം, ഐവ, IPWF തുടങ്ങി ഏകദേശം 10,000-ഓളം മലയാളി വോളണ്ടിയർമാർ ലോകമെങ്ങു നിന്നും എത്തുന്ന തീർത്ഥാടകരെ സേവിക്കാനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കി കഴിഞ്ഞു. ആദ്യ ഹാജി വന്നതു മുതൽ അവസാന ഹാജി മടങ്ങിപ്പോകുന്നതുവരെ ഏകദേശം 2 മാസം ഇന്ത്യൻ കോൺസുലേറ്റിന്റെ സഹകരണത്തോടെ മക്കയിലെയും മദീനയിലെയും മലയാളി സന്നദ്ധ പ്രവർത്തകർ ഇന്ത്യൻ ഹജ്ജ് തീർത്ഥാടകരെ സേവിക്കാനുണ്ടാകും. വെള്ളിയാഴ്ച ദിവസങ്ങളായിരിക്കും ഓരോ വോളണ്ടിയർമാർക്കും ഏറ്റവും കൂടുതൽ ജോലി ഉണ്ടാവുക. ഇതൊക്കെ പൂർണ്ണമായും സൗജന്യമായാണ് ചെയ്യുന്നതും. ഓരോ സംഘടനയ്ക്കും കുട്ടികളും സ്ത്രീകളും അടക്കമുള്ള സന്നദ്ധ പ്രവർത്തകരും സേവനത്തിനായി രംഗത്തുണ്ട്. മഹറമില്ലാതെ എത്തുന്ന വനിതാ തീർത്ഥാടകരെ സേവിക്കാൻ 100 കണക്കിന് വനിതാ വോളണ്ടിയർമാരും റെഡിയാണ്. എല്ലാ സഹായവുമായിട്ട്
മക്കയിൽ വന്ന് ഹജ്ജ് കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് പോകുന്നത് വരെ അവരുടെ കൂടെ ഞങ്ങളുണ്ടാവും. ഞങ്ങളുടെ എല്ലാ സഹായവും അവർക്കുണ്ടാവും. ഞങ്ങളുടെ നവോദയ വളണ്ടിയേഴ്സിൽ നല്ലൊരു ടീമിനെ ആരോഗ്യ മേഖലയിൽ നിന്ന് ഞങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട്. അതുപോലെ ഹാജിമാർക്കുള്ള ഭക്ഷണങ്ങൾ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അത് മലയാളികൾക്ക് മാത്രമല്ല, നമ്മളുടെ ഇന്ത്യയിൽ നിന്ന് പല ഭാഗത്തു നിന്ന് വരുന്ന ഹാജിമാർക്ക് എല്ലാവർക്കും ഞങ്ങൾ ഭക്ഷണം കഴിഞ്ഞ വർഷവും ഒരുക്കിയിരുന്നു. അതുപോലെ ഈ വർഷവും ഒരുക്കിയിട്ടുണ്ട്. 3000 വോളണ്ടിയർമാരെ മക്കയിലേക്ക് അയച്ച് സേവന രംഗത്ത് മുൻപന്തിയിലുള്ള KMCCക്ക് വീൽചെയർ, ആംബുലൻസ് അടക്കമുള്ള നിരവധി സൗകര്യങ്ങളുമുണ്ട്. ഒരു വനിതാ വിഭാഗവും സേവനത്തിനായി രംഗത്തുണ്ട്. ഹാജിമാർക്ക് ഉപകാരപ്രദമാകുന്ന മൊബൈൽ ആപ്ലിക്കേഷനും ഇത്തവണ KMCCയുടെ മീഡിയ വിഭാഗം പുറത്തിറക്കി. പാണക്കാട് സാദിഖലി തങ്ങൾ അതിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചു. 1985കളിലാണ് ഹാജിമാർക്ക് കാരക്കയും ചായയും കൊടുത്തുകൊണ്ട് ഹജ്ജ് സേവന പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടുന്നത്. വനിതാ വിങ് വളരെ സജീവമായിട്ട് രംഗത്തുണ്ട്. സ്ത്രീകളെ സഹായിക്കുന്നതിനും പ്രായം ചെന്ന സ്ത്രീകളെയും ഒക്കെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട്, പരിചരിക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല ദീർഘകാലത്തെ പരിചയസമ്പന്നരായ വനിതാ വളണ്ടിയർമാരുണ്ട്. പ്രത്യേകിച്ച് മെഡിക്കൽ രംഗത്ത് ആതുര ശുശ്രൂഷ മേഖലയിൽ പ്രവർത്തന പരിചയമുള്ള ഒരു ടീമിനെ ഉൾപ്പെടുത്തിയിട്ടുള്ള മെഡിക്കൽ സംവിധാനം ജിദ്ദയിലും മക്കയിലും മദീനയിലും OICC സജ്ജീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ എല്ലാ സേവനങ്ങളും, ഹാജിമാർക്ക് സാധ്യമായ എല്ലാ സേവനങ്ങളുമായി OICC കർമ്മരംഗത്തുണ്ടാകും. മലയാളി സന്നദ്ധ പ്രവർത്തകർ ഹജ്ജ് കർമ്മം ആരംഭിക്കുന്നത് മുതൽ അവസാനത്തെ ഹാജി മടങ്ങിപ്പോകുന്നതുവരെ മക്കയിലും മദീനയിലും ജിദ്ദയിലും 24 മണിക്കൂറും പ്രവർത്തന രംഗത്തുണ്ട്. സംയുക്തമായിക്കൊണ്ട് എല്ലാ സംഘടനകളും 10-20ഓളം സംഘടനകൾ ഒരുമിച്ച് നിന്നുകൊണ്ട് KMCC, നവോദയ, പല സംഘടനകൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയും ഇന്ന് സംഘടനകളെല്ലാം അത് വളരെയധികം മുന്നോട്ട് പോവുകയും KMCCനെ പോലെയുള്ള സംഘടനകൾ വളരെ വിപുലമായി ഈ രംഗത്ത് OICC ആണെങ്കിലും അതേപോലെ തന്നെ നവോദയ ആണെങ്കിലും പ്രവർത്തിച്ചു കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ മുൻകാലങ്ങളിൽ ഈ പ്രവർത്തിച്ചവർക്ക് അതിൻ്റെ പ്രതിഫലങ്ങളും കാര്യങ്ങളും കിട്ടും. കാരണം അവരാണ് ഇതിന് തുടക്കം കുറിച്ചു എന്നുള്ളതും കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ജൂൺ തുടക്കത്തിലാണ് ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനം ആരംഭിക്കുന്നത്. പഴുതടച്ച സുരക്ഷാ സന്നാഹങ്ങളാണ് ഇക്കുറിയും സൗദി സർക്കാർ തയ്യാറാക്കിയിട്ടുള്ളതും. ഹൈപ്പർ അൽ വഫ സൗദി അറേബ്യ ഇപ്പോൾ മക്കയിലും.